ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഇൻ സെക്ടേഴ്സ്. അപ്പോൾ ആ ഒരു സെക്ടേഴ്സ് വന്നതിന് ആ ഒരു കാലഘട്ടം നമുക്ക് ഒന്ന് പറഞ്ഞു പോയാലോ? എങ്ങനെയാണ് അതിൻ്റെ വരവ് എന്ന് നോക്കിയാലോ? നമുക്ക് ഓരോ ഫിലിംസിലൊക്കെ കാണാം നമ്മളില്ലേ, നമ്മുടെ ആക്ടേഴ്സ് മാസ് വരവോടെ വരുന്ന പോലെ നമുക്ക് അതേമാതിരി സെക്ടേഴ്സിനെ ഒന്ന് പറഞ്ഞു പോയാലോ? ഓക്കെ. The histories of many developed countries indicate that the primary sector was the most dominant sector of their economic activity at the initial stages of development. എന്താണ് പറയുന്നത് മക്കളെ? പല ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടർ അല്ലെ, സാമ്പത്തിക വളർച്ചയെ വളരെ പ്രധാനമായിട്ട് സഹായിക്കുന്നത് എന്താണെന്നാണ് മക്കളെ പറയുന്നത്? ഇറ്റ് ഈസ് അവർ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. At that stage, most of the goods produced were natural products. അല്ലേ എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ പല രാജ്യങ്ങളിലും പ്രൈമറി സെക്ടറിന്റെ വളരെ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ ഗുഡ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് വെയർ നാച്ചുറൽ പ്രൊഡക്ട്സ്. അല്ലേ, എല്ലാം നാച്ചുറൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിക്കപ്പെടുന്നത്. അതാണ് മെയിൻ കാര്യം അല്ലേ. ആൻഡ് തേർഡ് വൺ, പിന്നെ ഈ ഒരു പ്രൈമറി സെക്ടർ ആദ്യം കാലഘട്ടത്തിൽ പ്രൈമറി സെക്ടറിനെയാണ് ആൾക്കാർ കൂടുതൽ ആശ്രയിച്ചെങ്കിൽ പിന്നെയാണ് മറ്റൊരു എന്താ പറയുക, നമ്മൾ ഫിലിംസിലൊക്കെ എന്താ പറയുക, ഒരു നടൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ വില്ലനായിട്ട് വേറൊരാള് ബാക്കിൽ വരും. അതുപോലെ തന്നെയാണ് സെക്കൻഡറി സെക്ടറിൽ നമ്മൾ എന്താ പറയുക, സെക്കൻഡറി സെക്ടറായിട്ട് വേറൊരു ആള് വന്ന് സെക്കൻഡറി സെക്ടറാണ് അല്ലെ. പ്രൈമറി സെക്ടർ കഴിഞ്ഞിട്ട് സെക്കൻഡറി സെക്ടറാണ് രണ്ടാമത് വന്നത് അല്ലെ. ഓക്കെ, ന്യൂ മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എങ്ങനെ? മെഷീൻസിന്റെ ഹെൽപ്പോടെ പല ന്യൂ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് പാക്കറ്റിലാക്കിയിട്ടും പല അട്രാക്റ്റീവ് ഡിസൈനിലുള്ള പാക്കറ്റിൽ കൊടുത്തിട്ടൊക്കെ എങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നത്. ഇപ്പൊ എന്താ, ഈ ഒരു പല ക്രോപ്സ് ഉണ്ടാക്കുന്നുണ്ട്, വീറ്റ് ആണെങ്കിലും പാഡി ആണെങ്കിലും. ഇപ്പോൾ ആ ഒരു പാഡിന്റെയും വീറ്റിന്റെയും പരസ്യം വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ മേരി ബിസ്ക്കറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിന്റെ ഒരു ബിസ്ക്കറ്റിന്റെ കവറൊക്കെ കണ്ട നിങ്ങൾ വിചാരിക്കും കൂടുതലായിട്ട് അതിൽ വീറ്റും അതൊക്കെ ഇതാക്കിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. ജസ്റ്റ് ഒരു അവരെന്തായാലും നമ്മളെ കണ്ണിൽ പൊടിയിടുന്ന പോലെയാണ് പലതിൻ്റെയും ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നത്. ചെറിയ കുട്ടികളെ എന്താ പറയുക, കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ കിൻഡർ ജോയ് പോലുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു അല്ലെ കൂടുതലായിട്ട്. ആ ഒരു ഇതിന്റെ എന്താ പറയാ, അതിനുള്ളിൽ പല ടോയ്സും അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ചോക്ലേറ്റ്സ് ഒക്കെ കാണുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആവും. അങ്ങനെ പല ട്രിക്സുമായിട്ട് എന്താ പറയാ, പ്രൈമറി സെക്ടർ കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലായിട്ട് വേറൊരാളെ കടന്നുവരവാണ് സെക്കൻഡറി സെക്ടറിന്റെ വരവാണ് അല്ലെ. അപ്പൊ ഫാക്ടറീസ്, അപ്പോ മാനുഫാക്ചറിങ് വന്നതോടെ, മെഷീൻസിന്റെ ഇത് വന്നതോടെ ഫാക്ടറീസ് വരാൻ തുടങ്ങി അല്ലെ പല സ്ഥലത്തും. അങ്ങനെ പീപ്പിൾ സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ഫ്രം അഗ്രികൾച്ചർ ടു സെക്കൻഡറി സെക്ടർ. ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ കൃഷിനെയാണ് ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജോലി തേടി പോകുന്നത് ഇൻഡസ്ട്രിയിലേക്കാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് പോയപ്പോൾ ആളുകൾക്ക് സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള എല്ലാ പൈസയും അവിടുന്ന് കിട്ടുന്നുണ്ടോ? ഇല്ലേ അല്ലെ. കൂടുതൽ വർക്കേഴ്സ് അവിടെ ജോലി തേടി പോകുന്നുണ്ട് എന്നേ ഉള്ളൂ. അവിടെ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള വേജസ് ഇല്ല അല്ലെ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ആ മെഷീൻസിന്റെ ഇടയിൽ കിടന്നിട്ട് അവരിങ്ങനെ നരകിക്കുകയാണ്. ഹൈജീൻ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല ഓരോ വർക്കേഴ്സും അവിടെ ഫേസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ കുറെ ചാർലി ചാപ്ലിന്റെ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഇതാക്കിയിട്ടുള്ള കുറെ ചാർലി ചാപ്ലിന്റെ ഫിലിംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു കാലഘട്ടത്ത് എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങളാണ് ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അവിടെ അനുഭവിച്ചതെന്ന്. ചൈൽഡ് ലേബർ ഒക്കെ അവിടെ വളരെ എന്താ പറയാ രൂക്ഷമായി തന്നെ അവിടെ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ്, ലേറ്റർ ഓൺ there has been a further shift from the secondary sector to service sector. അപ്പോൾ ഈ ഒരു പ്രൈമറി സെക്ടർ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആളുകൾ സെക്കൻഡറി സെക്ടറിലേക്ക് പോയി. പിന്നെ കുറെ സ്കോപ്പ് ഉള്ള കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു അല്ലേ മക്കളെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ടീച്ചിങ്, ഡോക്ടേഴ്സ്, അങ്ങനെ പല ലോയേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. പിന്നെ ആളുകൾ അതിലേക്ക് ആശ്രയിക്കാൻ പോയി. അതാണ് പറയുന്നത് പീപ്പിൾ വെയർ ഷിഫ്റ്റഡ് ഫ്രം സെക്കൻഡറി സെക്ടർ ടു സർവീസ് സെക്ടർ അല്ലേ. ഓക്കെ,
and most of the people were employed in the primary and secondary sector have now shifted to service sector. അപ്പോൾ കൂടുതൽ ആളുകളും പ്രൈമറി സെക്ടറിൽ ആശ്രയിച്ച ആളുകളും സെക്കൻഡറി സെക്ടറിനെ ആശ്രയിച്ച ആളുകളും എല്ലാവരും കൂടെ എങ്ങോട്ട് പോയി? സ്കോപ്പുള്ള ജോബ്സിലേക്ക് പോയി അല്ലെ. അപ്പോൾ അവർ സർവീസ് സെക്ടേഴ്സിലേക്ക് ഷിഫ്റ്റഡ് ആയി. ഓക്കെ മക്കളെ, ദ സർവീസ് സെക്ടർ ബിക്കം ദ മോസ്റ്റ് ഡോമിനന്റ് സെക്ടർ. ഇപ്പോ റീസെന്റ് സർവീസ് സെക്ടർ ആണ് എന്ത് പറയുന്നത്, ഇറ്റ്സ് എ വെരി ഡോമിനന്റ് സെക്ടർ, വെരി ഇമ്പോർട്ടന്റ് സെക്ടർ ആയിട്ട് ഇപ്പോ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് സെക്ടർ ആണ് അല്ലെ. ഓക്കെ ഓക്കെ റീസൺസ് ഫോർ റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ടെർഷ്യറി സെക്ടർ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഈ സർവീസ് സെക്ടറിന് ഇത്ര വലിയ പ്രാധാന്യം ഈ ആളുകൾ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടായിരിക്കാമെന്ന് അല്ലെ? പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, സർവീസസ് സച്ച് ആസ്, എന്തൊക്കെ സർവീസസ് ആണ് സർവീസ് സെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ഹോസ്പിറ്റൽസ് അല്ലെ, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായാണ് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോവുക? ഹോസ്പിറ്റൽസിൽ അല്ലേ. അവിടെ ഡോക്ടേഴ്സ് നമ്മളെ ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. അത് അവർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സർവീസ് ആണ്. പിന്നെ സെക്കൻഡ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, സ്കൂൾസ് വന്നു, കോളേജസ് വന്നു, യൂണിവേഴ്സിറ്റീസ് വന്നു അല്ലേ. അങ്ങനെ കുട്ടിയൊക്കെ പഠിക്കാനുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അതൊക്കെ സർവീസ് സെക്ടറിന്റെ കടന്നുവരവോടെയാണ് ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് സർവീസസ് ആണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സർവീസസ് വന്നു അല്ലേ. എന്ന് വെച്ചാൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സർവീസസിന്റെ വരവ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് ഒക്കെ അല്ലേ. എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര ഇങ്ങനെ ഫോൺസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്ത് എന്താണ് നമ്മൾ കൂടുതലായി ലെറ്റേഴ്സ് വഴിയാണ് ഗൾഫിലുള്ള ആളുകളെയൊക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പലതരത്തിൽ. പിന്നെ മൊബൈൽ ഫോൺസ്, അങ്ങനെ ടച്ച് ഫോൺ, ആദ്യം ടച്ച് ഫോൺസ് അല്ലല്ലോ, ഇങ്ങനെ ആദ്യം നമ്മൾ സാധാ ഫോൺസ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ടച്ച് ഫോണായി, അങ്ങനെ പല ആപ്പിൾ ഫോൺ, അങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനെ അഡ്വാൻസ് ടെക്നോളജി മാറി മാറി വന്നല്ലോ അല്ലേ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറി സെക്ടറിലുള്ള പ്രൊഡക്ട്സും സെക്കൻഡറി സെക്ടറിലുള്ള പ്രൊഡക്ട്സും ഒക്കെ എങ്ങോട്ട് കൊടുക്കും എന്ന് വെച്ചാൽ അതൊക്കെ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീനെ ആശ്രയിക്കണം അല്ലേ മക്കളെ. ഓക്കെ, അപ്പൊ ബാങ്ക്സ് ഈ ഒരു എന്താ പറയുക ആ ഒരു പ്രൊഡക്ട്സിനൊക്കെ പ്രൈസസ് ഇടും അല്ലേ. അത് മെയിൻലി എന്താണ്, അതിന് പ്രൈസസ് കൂടാതെ ടാക്സസും ഇടും. അതൊക്കെ ബാങ്ക്സിന്റെ ഓരോ ഇതാണ് അല്ലേ. ഇപ്പൊ എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ളതിനും എല്ലാം നമ്മൾ പറഞ്ഞല്ലോ. പ്രൈമറി ആണെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിലും ടെർഷ്യറി സെക്ടറും ഇന്റർ ഡിപ്പെൻഡന്റ് ആവുമ്പോൾ അത് കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന മൊത്ത ലാഭം GDP അല്ലെ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതാണ് എന്തായിട്ട് വരിക നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയി കാണുന്നത്. ഓക്കെ, അപ്പോ development of primary and secondary sectors, development of agriculture and industry led to the development of services such as, ഇപ്പോ ഈ ഒരു കൃഷിയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ വികസനം അല്ലെങ്കിൽ വളർച്ചയാണ് മറ്റൊരു വളർച്ചയിലേക്ക് ഇതാക്കിയത്. എന്തിൻ്റെയൊക്കെ? ട്രാൻസ്പോർട്ട്, ട്രേഡ് ആൻഡ് സ്റ്റോറേജ്, അതിൻ്റെയൊക്കെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, റൈസ് ഇൻ ഇൻകം ലെവൽസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇൻകം ലെവൽസ് അല്ലെ ഇൻക്രീസ് ചെയ്തത്? എങ്ങനെയൊക്കെയാണ്? Certain sectors of people start demanding many more services like eating out, tourism. അങ്ങനെ ഈ ഒരു സർവീസ് സെക്ടറിൽ കുറെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യന്റെ സാമ്പത്തിക വളർച്ച ഉയർത്താൻ വേണ്ടിയിട്ട് കുറെ കൂടെ സർവീസസ് കൊണ്ടുവന്നു അല്ലെ മക്കളെ. എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് കൂടുതൽ ഇന്ത്യക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ട് കൊയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സെക്ടേഴ്സ് വന്നാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെയാണ് നമ്മൾ ഈറ്റിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഹോട്ടൽസ് അല്ലെ, ഹോട്ടൽസ്, ഇന്റർനാഷണൽ ഹോട്ടൽസ് ഒക്കെ വരാൻ തുടങ്ങി അല്ലെ. പിന്നെ ടൂറിസം, ഇപ്പോ
കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുന്ന, സർക്കാർ ലാഭം ഉണ്ടാക്കുന്ന ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കുറേ തരത്തിലുള്ള ടൂറിസം സെന്റേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് എന്താക്കി അവർ ഡെവലപ്പ് ചെയ്തു അല്ലെ. അതിൽ നിന്ന് കുറേ ലാഭം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരികയും നമ്മൾ കൂടുതലായിട്ട് ഫെസ്റ്റിവൽസ്, ഇപ്പൊ ഈ റംസാൻ ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും പല ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മൾ പല ടൂറിസ്റ്റ് സെന്റേഴ്സിൽ പോകാറുണ്ട്. ടൂർ ആണെങ്കിൽ കോളേജ് ടൂർ, ഫാമിലി ടൂർ, അങ്ങനെ എത്ര പൈസയാണ് അതിനു വേണ്ടി പൊട്ടിക്കുന്നത് അല്ലെ. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യന്റെ എക്കണോമി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ മക്കളെ. ഓക്കെ, പിന്നെ ഷോപ്പിങ്ങിന്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴോ, ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിലും മാരേജ് ആണെങ്കിലും ഇപ്പൊ പല ട്രെൻഡാണ് അല്ലെ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മാരേജ് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, മഞ്ഞൾ കല്യാണം, മുളക്, അങ്ങനെ പലതിനും എത്ര ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണല്ലേ എടുക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരായിക്കോട്ടെ പൈസക്കാരായിക്കോട്ടെ എങ്ങനെങ്കിലുമൊക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് അല്ലെ, എത്ര ടാക്സ് ആണോ അങ്ങനെ ഒന്നും അവർ നോക്കൂല. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ സ്റ്റൈലായിട്ട് അല്ലെ, എങ്ങനെ ഇതാക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം, ആ ഒരു ഇത് മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ അല്ലെ. അവരുടെ സ്റ്റാറ്റസ് അപ്ലിഫ്റ്റ് ചെയ്യുക, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ അതും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാമ്പത്തിക എക്കണോമീനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, പ്രൈവറ്റ് ആയിട്ടുള്ള പല ഹോസ്പിറ്റൽസും നമ്മുടെ ചുറ്റുപാടുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്, CBSE സ്കൂൾസ് ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ അവർ ഈ ഒരു ടെർഷ്യറി സെക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന പല സർവീസസ് ആണ്. പ്രൊഫഷണൽ ട്രേഡിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഏവിയേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെ, ബാങ്കിങ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രൊഫഷണൽ ട്രേഡിംഗ് സെന്റേഴ്സ് ഇപ്പൊ ഉണ്ട് അല്ലെ. പിന്നെ ഉള്ള ഈ ഒരു റീസെന്റ് ടൈംസിൽ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെ, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? Over the past decades, so certain new services, എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ്? ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി പലതരത്തിലുള്ള, ഇപ്പോൾ ചെറിയ ഫോണിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ ടാബ് വരെ എത്തണമെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ആണ് ഉണ്ടായെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം അല്ലെ. ഓക്കെ, എന്താണ് ഗ്ലോബലൈസേഷൻ? വേറൊരു ഈ ഒരു സർവീസ് സെക്ടറിൽ വന്ന ഈ ഒരു ഇത്രയും ചേഞ്ചസ് വരാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ ആണ്. ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ പീപ്പിൾ ഹാവ് ബിക്കം അവെയർ ഓഫ് ന്യൂ സർവീസസ് അല്ലെ. ഇപ്പൊ എന്താ പറയാ, പല ടൂറിസ്റ്റ് സെന്റേഴ്സ് ഇവോക്ക് ചെയ്തു വന്നു അല്ലെ. പിന്നെന്താണ്, ഷോപ്പിംഗ് സെന്റേഴ്സ് അല്ലെ. ഇപ്പൊ ഈ അടുത്ത് നമ്മളെ കാലിക്കറ്റിൽ വന്നത് കല്യാണിന്റെ വലിയൊരു ഷോപ്പിംഗ് സെന്റർ ആണ്. എല്ലാ വിധത്തിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതേമാതിരി ഫുഡ് സെന്റേഴ്സ് ഉണ്ട് അല്ലെ, അതേമാതിരി ഡ്രസ് ഷോപ്പ് ചെയ്യാനുള്ള വേറൊരു സെന്റർ ഉണ്ട്. അങ്ങനെ പല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ അട്രാക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ലാഭം ഉണ്ടാക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഓട്ടത്തിലാണ് അല്ലെ ആളുകള്. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ ആണ് അല്ലെ. ആഗോളവൽക്കരണം വന്നു, പലതിലും പല ചേഞ്ചസും വന്നു. ടെക്നോളജി ആയിട്ട് നമ്മൾ കൂടുതൽ മാറിക്കഴിഞ്ഞു അല്ലെ. ടെക്നോളജീന്റെ എന്തൊക്കെ ചേഞ്ചസ് വരും? ഇപ്പോൾ എന്താ പറയാ, ഒരു ഫോൺ ഇതാണെങ്കിൽ ചെറിയൊരു പൊട്ടലോ ചിറ്റിലോ ഇട്ടൊരു ചെറിയ ഫോൺ വരികയാണ്, നമ്മൾ പുതിയതിനനുസരിച്ച് എന്താ പറയുക 3G 4G 5G അതിനനുസരിച്ച് നമ്മൾ തന്നെ അതിന് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. അതിൻ്റെയൊക്കെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ. പല ഫീൽഡിലും പല തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു, അതാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ, the entire tertiary sector has not grown in importance. അപ്പോൾ tertiary സെക്ടറിന്റെ എല്ലാ ഫീൽഡും ഒരേ രീതിയിൽ വികസനം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ മക്കളെ, the service sector includes two different kinds of people. ഈ ഒരു സർവീസ് സെക്ടറിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പ്? ഇപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് അല്ലേ, പല ജോബ്സിലും വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഏതൊക്കെയാണ്? ഏർണിംഗ് ന്യൂ വെരി ഹൈ സാലറി, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഹൈ സാലറി വാങ്ങുന്ന പല ആളുകളുണ്ട്, പല ജോബിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ഏതൊക്കെയാണ്? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഒക്കെ അതിൽ ഉൾപ്പെടും അല്ലേ. അതുകൂടാതെ അവർ മാത്രമാണോ ഈ ഒരു എക്കണോമിയിലുള്ളത്? ആണോ മക്കളെ? അവർ മാത്രമാണോ? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇല്ലേ? പല ചെറിയ എന്താ പറയുക തട്ടുകടയൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളില്ലേ? ഓക്കെ,
Whereas the uneducated and unskilled barely manage to earn a living. അല്ലെ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്ര വിദ്യാഭ്യാസം ഒന്നും ആയിട്ടില്ല, അത്ര സ്കില്ലൊന്നും ഇല്ലാത്ത ആളുകളും ജീവിച്ചു പോകുന്നില്ലേ അല്ലേ? ബിക്കോസ് നോ ഓൾട്ടർനേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വർക്ക് ആർ അവൈലബിൾ ടു ദം. അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താ പറയാ, കൂടുതലായിട്ട് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ബെയർലി മാനേജ് ഏൺ ടുഡേ. അവർക്ക് ബേസിക് നീഡ്സ് ഇതാക്കാനൊന്നും എന്താ പറയുക, അവരുടേതായിട്ടുള്ള ആവശ്യകത നിറവേറ്റുന്നുള്ള ഇൻകം അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? Though the service sector has grown over past few decades, not all of the service sector has grown equally. അതുകൊണ്ടാണ് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈ സാലറി അതൊക്കെ കിട്ടുന്ന ജോബ്സ് ഒക്കെ സെറ്റാണ് അല്ലേ? പക്ഷെ അൺസ്കിൽഡ് ആയിട്ടുള്ള താഴ്ന്നതിലുള്ള സാധാരണക്കാർക്ക് അവരുടെ എന്താ പറയാ സ്റ്റാറ്റസ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഉയർത്താൻ പറ്റുന്നുണ്ടോ മക്കളെ? ഇല്ല അല്ലെ? ഓക്കെ, അതാണ് പറയുന്നത് നമ്മളെ ടേർഷ്യറി സർവീസ് സെക്ടറിന്റെ എല്ലാ ഫീൽഡും ഒരേ രീതിയിൽ വികസനം വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ഡിയേഴ്സ് അതാണ് കേട്ടോ. ഓക്കെ, വേർ ആർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എംപ്ലോയിഡ്? എവിടെയാണ് കൂടുതൽ ആളുകളും പണിയെടുക്കുന്നത്? എവിടെയാണ്, ഏത് ഫീൽഡിലാണ് എന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾക്കറിയോ ഏത് ഫീൽഡിലാണ് കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഒരു കാലഘട്ടത്തിൽ ദ പ്രൈമറി സെക്ടർ ഇസ് ദ ലാർജസ്റ്റ് എംപ്ലോയർ ഇൻ ഇന്ത്യ. പ്രൈമറി സെക്ടേഴ്സിലാണ് അല്ലേ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. ലാർജസ്റ്റ് എംപ്ലോയേഴ്സ്, കൂടുതൽ സാധാരണക്കാരൊക്കെ വർക്ക് ചെയ്യുന്നത് ഏതിലാണ്? പ്രൈമറി സെക്ടറിലാണ് അല്ലേ? ഓക്കെ, nearly 44% of the population is engaged in this sector in one way or other. എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ജനസംഖ്യയില്, ഇന്ത്യന്റെ ജനസംഖ്യയിൽ 44% അടുത്തുള്ള ആളുകൾ മാത്രമാണ് ഏതില്? പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. However, its share in the GDP is very less because of the following reasons. പക്ഷേ ഇത്ര കുറെ ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, ഇതില് കുറെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള സ്റ്റാറ്റസ് അവർക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ദ ആവറേജ് സൈസ് ഓഫ് ദ ലാൻഡ് ഹോൾഡിംഗ് ഇസ് വെരി ലോ. എന്ന് വെച്ചാൽ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന പാടങ്ങൾ ഉണ്ടല്ലോ, അവർക്കുള്ള പാടങ്ങൾ എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ളതാണ്. അവരെന്ന് വെച്ചാൽ അവർ വർക്ക് ചെയ്യുന്നത് തന്നെ മറ്റുള്ള ജന്മിമാരെയും ലാൻഡ് ലോഡ്സിന്റെ ഫീൽഡ്സിലായിരിക്കും. അപ്പൊ അവർക്ക് എന്തില്ല, സ്വന്തമായിട്ടുള്ള ഭൂമിയോ അങ്ങനെയോ ഒന്നുമില്ല. അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് റീസൺ എന്താണ്? ലെസ് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി അല്ലേ? എന്ന് വെച്ചാൽ അവര് ഹാൻഡ് എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ അവര് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കൈകൊണ്ടുള്ള എന്താ പറയാ earthen പോട്ടൊക്കെ ഉണ്ട്, മണ്ണുകൊണ്ടൊക്കെ ഇതാക്കിയിട്ട് കയ്യുമായിട്ടുള്ള ഒരു ഹാൻഡ് സ്കിൽ റിലേറ്റഡ് വർക്ക് എക്യുപ്മെന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ക്രോപ്സ് ആണെങ്കിലും ഒക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് അല്ലെ? ബട്ട് അവരെന്ത് ചെയ്യുന്നില്ല, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ല എന്നൊരു മറ്റൊരു റീസൺ ആണ് പറയുന്നത്. ആൻഡ് നോ ഹൗ എമംഗ് ദ ഫാമേഴ്സ് ടു ഇൻക്രീസ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി അല്ലെ? അതാണ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാത്ത മൂലം എന്താണ്, അവർക്ക് അവരുടെ ഇൻകം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നതാണ് പറയുന്നത്. ആൻഡ് ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് ഫിനാൻസസ് ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഉണ്ടല്ലോ മക്കളെ, എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ക്രോപ്സിന്റെ മേലിൽ അവർക്കൊരു അവകാശമില്ല. ചെറിയ പൈസ കൊടുത്തിട്ട് വലിയ പ്രൈസിനാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് ആ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പ്രൈമറി സെക്ടറിൽ അത്ര ലാഭം കൊയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, the small and marginal farmers are not able to get benefit from the loans facilities and access to large market. അവർക്ക് എന്തില്ല, ഈ ഒരു ഫാമേഴ്സിന്, കർഷകർക്ക് എന്തെങ്കിലും ലോൺസോ ഒന്നും കിട്ടാനുള്ള ബെനിഫിറ്റ്സോ ഒന്നും കൊടുക്കുന്നില്ല എന്നതാണ് വേറൊരു റീസൺ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു പോയത് ഏതൊക്കെ ടോപ്പിക്സ് ആയിരുന്നു? ഓക്കെ, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ സെക്ടേഴ്സിൽ വന്ന മാറ്റങ്ങൾ എന്നതാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഇപ്പൊ പ്രൈമറി സെക്ടറിലുള്ളത് പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് പ്രൈമറി സെക്ടറിൽ കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ എന്ത് ചേഞ്ചിലേക്ക് വന്നു എന്നാ പറയുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ കുറെ പേര് പോയി എന്നും, പിന്നെ
സെക്കൻഡറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് സർവീസ് സെക്ടറിലേക്ക് കുറേ പേര് മാറി അതിൻ്റെ സ്കോപ്പിനനുസരിച്ച് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഈ ടെർഷ്യറി സെക്ടർ ഇന്ത്യയിൽ കൂടുതലായിട്ട് അവർക്ക് മെച്ചം പിടിക്കാനുള്ള കാരണം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ് വന്നു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു അല്ലേ മക്കളെ, പിന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് സർവീസസ് വന്നു, ആൻഡ് ട്രാൻസ്പോർട്ട് വന്നു, ബാങ്ക്സ് വന്നു, ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ വന്നു അല്ലേ. അതൊക്കെ അവർക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി അല്ലേ. പിന്നെന്തൊക്കെയാണ് വേറൊരു ഇത്, പല സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇത് വന്നു. എന്തൊക്കെയാണ്? നമ്മൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഓരോന്നായിട്ട് പറഞ്ഞേ മക്കളെ. ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ടൂറിസം, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഷോപ്പിംഗ്, ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ആൻഡ് ഫോർത്ത് വൺ പ്രൈവറ്റ് സ്കൂൾസ് വന്നു, ആൻഡ് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് വന്നു അല്ലേ, പ്രൊഫഷണൽ ട്രെയിനിങ് സെന്റേഴ്സ് വന്നു. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല അഡ്വാൻസ്മെന്റ് വന്നു. അതൊക്കെ ഈ ഒരു ടെർഷ്യറി സെക്ടർ എന്തുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് പറയാനുള്ള കാരണങ്ങളാണ് കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ സിമ്പിൾ പോയിന്റ്സ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് എഴുതി വെക്കുക, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള താരം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ ആണ്. ഈ ഒരു ആഗോളവൽക്കരണം പല ഫീൽഡിലും വന്നതുകൊണ്ടാണ് കൂടുതൽ സർവീസ് സെക്ടേഴ്സ് ഇവിടെ വരാൻ കാരണമായത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എൻറ്റയർ ആയിട്ട് മുഴുവനായിട്ടുള്ള ടെർഷ്യറി സെക്ടർ എല്ലാം ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസും ആയിട്ടുള്ള. പക്ഷേ അത് കൂടാതെ വേറൊരു ആളുകളുമുണ്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള. അവർക്ക് എന്താവുന്നില്ല എന്ന് പറയുന്നത്, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോഴും ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഡെവലപ്പ് ആവാൻ പോകുന്ന ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലെ, ഡെവലപ്ഡ് ആയിട്ടില്ല അല്ലേ. എന്താന്ന് വെച്ചാൽ ഇപ്പോഴും പോവേർട്ടി നിലനിൽക്കുന്നുണ്ട്, കുറെ പേര് മാൽ ന്യൂട്രീഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ where are most of the people employed? കൂടുതൽ ആളുകൾ എംപ്ലോയ് ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ പ്രൈമറി സെക്ടേഴ്സിലാണെങ്കിലും അല്ലേ 44% അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം പണ്ട് കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അന്നുള്ള എന്താ വെച്ചാൽ ബേസിക് നീഡ്സ് എങ്ങനെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലേ. പക്ഷെ ഇപ്പോഴോ കൂടുതൽ ആളുകൾ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോയിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അവരുടെ മെയിൻ റീസൺ ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് അവർക്ക് കൂടുതൽ ലാഭം കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ലോൺസ് ഒന്നും കിട്ടുന്നില്ല അല്ലേ. എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഇത് കൊണ്ടുവരാനോ അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനോ ഒന്നും ലോൺസ് ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഒന്നാമത് ആ പ്രൈമറി സെക്ടർ സൈഡ് ലൈൻഡ് ആയിട്ട് മാറ്റി നിർത്തപ്പെട്ടത് അല്ലേ. പിന്നെന്താണ്, അവർക്ക് മാർക്കറ്റ് ബേസിസിൽ അവർക്ക് തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നത്. എന്നിട്ട് മാർക്കറ്റിലേക്ക് ഈ ട്രേഡേഴ്സ് ഒക്കെ വലിയ രീതിയിൽ പൈസ ഇതാക്കുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പല ടേംസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് ഒന്നും ഈ ഒരു ഇതിലില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ് അല്ലെ. വലിയൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പൊ എക്സാമിന് ഈ ഒരു പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് റിമെമ്പർ ചെയ്യുക, നല്ല രീതിയിൽ എന്താ പറയുക എല്ലാ പോയിന്റ്സും ഒന്ന് നോട്ട്സിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ കുറച്ചും കൂടെ നമുക്ക് സിമ്പിൾ ടേംസ് ഒന്നും കൂടെ നോക്കാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം കേട്ടോ. താങ്ക് യു കേട്ടോ.